ധർമ്മിഷ്ഠരായിട്ടുള്ള ക്ഷത്രിയന്മാർ രാജ്യം ഭരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അതുകൊണ്ട് രാജ്യങ്ങളെല്ലാം സമ്പൽ സമൃദ്ധിയിലേക്ക് നീങ്ങി. ഒരിടത്തും കള്ളവും ചതിവും ഒന്നുമില്ലാത്ത അവസ്ഥ. ഋതുക്കളൊക്കെ അതാതിൻ്റെ കാലത്ത് യഥാക്രമത്തിലുള്ള സ്വഭാവങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അതോടൊപ്പം തന്നെ സ്ത്രീകളൊക്കെ സുരക്ഷിതരായിരുന്നു. അങ്ങനെ എല്ലാ രീതിയിലും സമ്പൽ സമൃദ്ധമായി രാജ്യങ്ങളെല്ലാം. അപ്പം രാജാവ് നന്നാകുമ്പോൾ രാജ്യം നന്നാകും. അങ്ങനെയായിരുന്നു അന്നും ഇന്നും എന്നും അങ്ങനെ തന്നെയാണ്. ഭരണാധികാരികൾ നന്നാവുമ്പോൾ രാജ്യം നന്നാവും. പക്ഷേ ആ കാലഘട്ടം അതേപോലെ തന്നെ നിലനിന്നില്ല. മനുഷ്യരുടെ ഇടയിൽ രാക്ഷസന്മാരും അസുരന്മാരും പുത്രന്മാരായിട്ടും പുത്രികളായിട്ടും ജനിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അവർ ജനിച്ചപ്പോൾ മുതൽ തന്നെ അവരുടെ യഥാർത്ഥ സ്വഭാവമായിട്ടുള്ള അധർമ്മവും ക്രൂര സ്വഭാവവും അന്യായവും ഒക്കെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അത് അവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അങ്ങനെ ചില